ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ആട്ട വെച്ച് വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ. ഇത് ആൽക്കഹോൾ ചേർക്കാത്ത പ്ലം കേക്കാണ്. ആദ്യം നമുക്കിതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറുത്ത മുന്തിരിങ്ങ 1/4 കപ്പ്, ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, നട്ട്സ് 1/4 കപ്പ്, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി 1 ടീസ്പൂൺ, ഇഞ്ചി ഉണക്കിയത് ഷുഗർ കോട്ട് ചെയ്തത്, പിന്നെ വെളുത്ത മുന്തിരിങ്ങ 1/4 കപ്പ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ബ്ലൂബെറി ജാം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം മിക്സഡ് ഫ്രൂട്ട് ജാമും എടുക്കാവുന്നതാണ്. ജാം ചേർക്കുമ്പോൾ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ നാരങ്ങ നീരെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടാക്കാനായിട്ട് വയ്ക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരുവമാകുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒഴികെ ബാക്കിയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഇപ്പോൾ ചേർക്കത്തില്ല, അത് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കത്തുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പഞ്ചസാര എല്ലാം കൂടി ഒരു നൂൽ പരുവമായി എല്ലാം കൂടി കട്ടി പിടിച്ചു പോകും. ഇനി പ്ലം കേക്കിന് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഗ്രാമ്പു പൊടിച്ചത് 1/4 ടീസ്പൂൺ, ജാതിക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്, അതായാലും മതി. ഈ മിക്സ് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. തേൻ ചേർക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലെടുത്തത് വെച്ചേക്കണം. 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചിരുന്നാലും ഒരാഴ്ച വരെ ഇത് കേടാകാതെ ഇരിക്കും. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി, കുറച്ച് കഴിയുമ്പോൾ കളർ മാറി വരും. ഇപ്പോൾ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്ന സമയത്ത് ഒന്ന് ദൂരോട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം കൂടി പൊങ്ങി വരും. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇത് കേക്കിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ തണുക്കാനായി മാറ്റി വയ്ക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മണമൊന്ന് മാറിക്കിട്ടാനായി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില എക്സ്ട്രാക്റ്റാണ് ചേർത്തിരിക്കുന്നത്, എസൻസ് ആയാലും കുഴപ്പമില്ല. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലും ബട്ടറും ചേർത്താണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്.
ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 250 ml കപ്പാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും, 1/4 ടീസ്പൂണിന് താഴെ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം, എന്നാലേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടത്തുള്ളൂ. ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചതിൽ 1 ടേബിൾ സ്പൂൺ മാവ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. കേക്ക് ബാറ്റർ ചേർക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി താഴോട്ട് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 3 സ്റ്റെപ്പായിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് മാവും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചേക്കുന്നതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാതെ തന്നെ എല്ലാം കൈവച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് മാവ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതും ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അവസാനത്തെ ബാച്ച് മാവും ചേർത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു തടിത്തവി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഓറഞ്ച് വിളയിച്ചത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ചേർക്കുന്നില്ല. അത് ചേർക്കാത്തവർക്ക് ഈ സമയത്ത് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങയുടെ തൊലിയും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതിൻ്റെ യെല്ലോ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. ഇത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണം, ബട്ടർ പേപ്പറൊക്കെ ഇട്ട്. അതുപോലെ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പാത്രത്തിലാണെങ്കിൽ അതും 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റായി കിടക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം കേക്ക് ടിൻ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. അല്ലാതെ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കരുത്. അതിന് ശേഷം അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. പ്ലം കേക്കിന് നോർമൽ കേക്കിനേക്കാളും ബേക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തത്. എനിക്ക് 50 മിനിറ്റ് എടുത്തത് ബേക്കായി വരാൻ. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കിയെടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.